ജം ഫാക്ടറി. നമ്മുടെ ഗൈഡ് ക്യാമറ എന്ത് നമ്മുടെ രാത്രിയിലെ മസാജ് സ്പെഷ്യലിസ്റ്റ്. ഗായ്സ് നമ്മളിപ്പോൾ എത്തിയേക്കുന്ന ജെംസ് ഗാലറിയിലാണ്. ഇന്ന് നമ്മൾ ജെംസ് കാണിച്ചു തരും നിങ്ങൾക്ക്. ഒരുപാട് ജെംസ്, പല വർണ്ണത്തിലുള്ള ജെംസ്. എല്ലാവരും കോസ്റ്റ്യൂം മാറിയിട്ടുണ്ട്. എവിടെ കേരള, ഇന്ത്യ, ഇംഗ്ലീഷ് ഹിന്ദി ഇംഗ്ലീഷ്. ആണ് ഞാൻ തന്നെ. നെക്സ്റ്റ് വണ്ടി എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഫസ്റ്റ് ഡേ ഓഫ് തായ്ലൻഡ്. നമ്മുടെ ഇവിടെ തന്നെ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കുന്ന പറഞ്ഞു തരുമോ? In Thailand, we can find the gemstone is ruby and sapphire. That's right, ruby and ruby white and sapphire. But sapphire they got plenty color, not only the blue one. Yellow sapphire, pink sapphire, green sapphire. But the most popular one is blue. Right. From Brazil, from Tanzania, from South Africa. Let's go make one. Setting, ring, earrings, pendant, necklace, and so on. നമ്മൾ ജെംസ് ഗാലറി കാണാൻ വന്നതാണ്. നമ്മൾ വിചാരിച്ച ജെംസ് ഇരുന്നത് ജെംസാണ്. അത് വേറെ ജെംസായി. ഞാനാണ് വീട്ടിൽ പാഴ്സൽ പഠിക്കാൻ വീട്ടിലെ കൊച്ചു കൊടുക്കാൻ. അപ്പോൾ അതിൻ്റെ പണിവാളി അത് അരമണിക്കൂർ പോയി. പയ്യനെ കാണുന്നില്ല, ആരോ പിടിച്ച് വെച്ചു. ആരോ ഡൗട്ടുണ്ട്. ഒരു എവിടെയോ കുടുങ്ങി ജെംസ് പോയിട്ട് ഒരു ലിഫ്റ്റ് കിട്ടുന്ന ഒരാൾ അവന് കുറേ കിടക്കുന്നുണ്ട്. നിന്ന് പറയാൻ പോയാ ഒരു അണ്ണൻ. ഇവിടെ ഹോട്ട്സ്പോട്ടൊക്കെയാണ് വിഷയം. ഇവിടെ കണക്ഷൻ ഭയങ്കര പ്രശ്നമാണ്. ചാറ്റൊക്കെ നോക്കിയിട്ടുണ്ട്. കണക്ഷൻ വരുന്നവർ സെപ്പറേറ്റ് സിം എടുക്കുക. ഇല്ലാന്നൊക്കെ ഇതന്മാരെ തെണ്ണണ്ടി വരും സിമ്മുള്ളവന്മാർ. ഉച്ചക്കത്തെ ലഞ്ച് ഇതാണ്. നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ച് എങ്ങനെയുണ്ട് പോങ്കോ? ഇത് ഒരു 40 പാത്രം. 40 പാത്രമാകുമ്പോൾ നമ്മൾ നല്ല 120 രൂപ. വെൽക്കം ടു ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വെൽക്കം ടു പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഇവിടെ നോക്കണേ എനിക്കറിയാം. കണ്ണൂസ് വാ. കണ്ണൂസ് കണ്ണാടി മേടിക്കണം. കണ്ണാടി മേടിക്കും. ഇവിടെ ഇതാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെ ഏറ്റവും പണ്ട് തൊട്ടേ ഉണ്ടായിരുന്ന ഒരു മയിൽ. ഈ മയിലാണ് ഇവിടെ ഡ്രാഗൺ കുഞ്ഞ. എങ്കിൽ ഡ്രാഗൺ കുഞ്ഞ്. പക്ഷെ എന്തൊക്കെയായാലും മയിലിൻ്റെ ഷേപ്പാണ് ഡ്രാഗൺ കുഞ്ഞ്. ഇതാണ് ഇവിടുത്തെ ആദ്യത്തെ ബോട്ട്. പുള്ളിക്കാരിയാണ് ഈ ബോട്ടെല്ലാം ഉണ്ടാക്കിയത്. അതൊന്ന് കാണിച്ചു കൊടുത്തത്. അവിടെ ഉണ്ട് മാർക്കറ്റിൻ്റെ ഓണർ. പേര് ഷബാട്ടിക്ക. സിംഗു. നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെ ഫ്ലോട്ടിങ്ങിൽ കയറി ഫ്ലോട്ടിംഗ് റൈഡ്. ഓക്കെ, ഇതാണ് നമ്മുടെ പട്ടായയിലെ ഫസ്റ്റ് ആക്ടിവിറ്റി. ഇവിടെ വരുന്നവർ മാക്സിമം തൊപ്പി സൺസ്ക്രീനൊക്കെ കൊണ്ടുവന്നില്ലെങ്കിൽ തിരിച്ചു പോകുമ്പോൾ വീടെത്തുമ്പോൾ ആർക്കും മനസ്സിലാവില്ല. ഓക്കെ, നമുക്ക് കുറച്ച് ഇത് കാണാം. അങ്ങനെ നമ്മളിപ്പോൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ
ഇതിനകത്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വഞ്ചിയിൽ. ഇതടിപൊളി ഇതടിപൊളി ഇല്ലേ കണ്ണൂസ്? എങ്ങനെയുണ്ട്? സൂപ്പർ, നല്ല വ്യൂസ്. ഗൈഡ് എങ്ങനെയുണ്ടാ? നല്ല എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും വീഡിയോയിലാണ്. പട്ടായയിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. രണ്ട് സൈഡിലും നമ്മൾ കടയുണ്ട്. നമുക്ക് വൺ സൈഡാണ് നമ്മൾ ഇതിനകത്ത് പോകുന്നത്. ബാക്കി നമ്മൾ നടന്ന് കടയൊക്കെ എക്സ്പ്ലോർ ചെയ്യാനാണ് പ്ലാൻ. ഇത് നമ്മുടെ ഡേ 1 ആണ് പട്ടായയിലെ. സംഭവം കൊള്ളാം, അടിപൊളി സംഭവം. അടിപൊളി സീനറീസ് ആണ് കിട്ടുന്നത്. നമുക്ക് എന്തൊക്കെയാ വേണമെല്ലാം മേടിക്കുന്നുണ്ട്. നമ്മൾ മേടിക്കാൻ ബാത്തൊന്നും കൊണ്ടുവന്നില്ല. കയ്യിൽ എത്ര ബാത്തുണ്ട്? ഇപ്പം ഓരോ കടയിൽ കയറിയാൽ നമ്മൾ ആദ്യം നോക്കുന്നത് കയ്യിൽ എത്ര ബാത്ത് ഉണ്ടെന്ന്. ആകെ ഞങ്ങൾ 10,000 രൂപയായിട്ട് പട്ടായ തണ്ടാൻ വന്നു. ഇതിനൊക്കെ ഫ്രീ ആയിട്ട് ഫോട്ടോ എടുത്ത് തരും. അവസാനം പേയ്മെന്റ് ചോദിക്കും. പിന്നെ എന്താ, നമ്മൾ ആദ്യത്തെ ജെംസ് ഗാലറി കണ്ടപ്പോഴത്തേക്ക് പട്ടായ ഫ്ലോപ്പായ സ്ഥലം കഴിച്ചു നമ്മൾ. പക്ഷേ ഇത് കണ്ടപ്പോൾ ഓക്കെ, ഇതുകൊണ്ടപ്പോൾ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയി. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. പണ്ട് GK ബുക്കിൽ മാത്രം കണ്ട സ്ഥലമാണിത്. ഇപ്പതാ നമ്മൾ ഇതിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും ഹായ് കൊടുക്കൂ. ഹായ്. എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരല്ലേ? ഫ്ലോട്ടിംഗ് മാർക്കറ്റിനെ പറ്റി. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് അടിപൊളിയായിരുന്നു. സൂപ്പർ എക്സ്പീരിയൻസ്. മാർക്കറ്റ് അപ്പോൾ നമ്മളതിപ്പോൾ അവിടെ തന്നെ ഇതെല്ലാം മാർക്കറ്റിൽ നിന്ന് അങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഫുള്ള് വഴി തെറ്റുമോ പട്ടായ വന്നിട്ട്? ഇവിടെ വന്ന് വഴി തെറ്റുമെന്ന് ആൾക്കാർ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ ഇപ്പോൾ വഴി തെറ്റിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. എന്നാലും കുഴപ്പമില്ല, വഴി കണ്ടുപിടിക്കും. ഗൂഗിൾ മാപ്പൊക്കെ ഉണ്ടല്ലോ. കഴിക്കുന്ന നമുക്ക് ഇതിനകത്ത് ഫുഡ് ഐറ്റംസ് രാത്രി ട്രൈ ചെയ്യുന്നതിന് ബെറ്റർ. ഇപ്പം ബർഗർ വെച്ച് വരുന്നതായിരിക്കും രാത്രി ട്രൈ ചെയ്യുക. രാത്രി നമ്മൾ ആ ഹരിയറിനെ കൊണ്ട് ഇതെല്ലാം കഴിപ്പിക്കും. ഹരിയ കഴിക്കത്തില്ലേ? വെജിറ്റേറിയൻ ഫാമിലി അതൊന്നും കഴിക്കത്തില്ല. വെജിറ്റേറിയൻ ഫാമിലിയാണോ? ബ്രാഹ്മണനാണോ? എല്ലാ കടയിലും കയറി വില ചോദിക്കുക, തിരിച്ചു തരിക. രസമല്ലേ ബാർഗൈനിങ്? വേണ്ട, വേറെ പോവാ. ബാബു ഇവിടെ ഇപ്പം ഇത് ഇങ്ങനെ നിൽക്കും. രാത്രി ആകുമ്പോഴത്തേക്ക് പട്ടി റസി കാറ്റുണ്ടോ? വിശ്രാ അപ്പം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എവിടെയാണ്? പുലിയെ കാണാൻ. സൂക്ഷിക്കണം. ഹരിയരാ ടൈഗർ പുലി ഇങ്ങോട്ട് ബിഗും മീഡിയം ഇങ്ങോട്ട് സ്മോൾ. ഏതാണ് സ്മോൾ കണ്ടിട്ട് ബിഗ് വരാം. പുലിമുരുകന് ശേഷം പുലിയാണ് പിന്നെ ആരാ? നമുക്കെന്തിനാ വേറെ പുലി? ഹരിയരം നമ്മളുള്ളപ്പോൾ പിന്നെ എന്ത് പുലി? പുലി തുറന്നോ? ഒരെണ്ണമുണ്ട്, ഞാൻ വീട്ടിലുണ്ട്. പുലി തുറന്നോ? വേണ്ട. കടുവ, സിംഹത്തിനെ തൊടിപ്പിക്കാൻ പുലി. എന്ത് സാധനമാണ്? ജിലിക്കല്ലേ? ജിലുക്ക് പുലി കണ്ടിട്ട് ഇതായ ജിലുക്ക് പുലി. പേര് ജംബർ. ഇഷ്ടപ്പെട്ടോ? അതാ അതിനെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയാലുണ്ട്. പക്ഷെ പേടിയാ. അച്ഛനെ പുലിക്ക് പേടിയാ. അച്ഛൻ അപ്പോൾ കടുവയാണോ? സിംഗം. ഇവിടെ പോലോ ഇപ്പം തായിന് വന്നതിന് ശേഷം കണ്ണൂസിൻ്റെ പരിപാടി ഇതൊക്കെയാ. ഇവിടെ ആഗ്രഹം എന്താണെന്നറിയോ? ഇവൻ ഇവിടെ നിന്ന് ഒരു യുവതിയെ കിട്ടണം. അതിനു വേണ്ടിയാണ് ഈ പരിപാടിയല്ല. അപ്പോൾ ഈ എയർപോർട്ടിൽ നിന്ന് വിളിച്ചേക്കാരെയാ? അങ്ങനെ നമ്മളിനി കാണാൻ പോകുന്നത് വെള്ളപ്പുലി.
എന്തോ വൈറ്റ് ടൈഗർ. പുളിയാ? വൈറ്റ് വാവ്. അത് ജിഞ്ചാക്കടി. അത് വെള്ളപ്പുലി. അവനെ വിളിച്ചേ കുട്ടണം. നമ്മൾ പുലിയെ തൊടാനുള്ള ഇതെടുത്തിട്ടില്ല. കാരണം പുലിയെ തൊടുന്നതിന് 1200 × 3 3000 സംതിങ് ആവും. നമ്മുടെ മൊത്തം തായ്ലൻഡിലെ ബഡ്ജറ്റ് അത്രയില്ല. അതുകൊണ്ട് നമ്മൾ പുലിയെ പുറത്തുനിന്ന് കാണാനുള്ള ഇതാണ്. അപ്പോൾ നമുക്കിനി പുലിയെ കുറച്ച് നടന്ന് കണ്ടിട്ട് വരാം. ഇത് മിക്കവാറും കടി മേടിച്ച് വെക്കുന്ന പരിപാടിയാണ് ഈ കയ്യിലിരിക്കുന്നത്. കയ്യിലിരിക്കുന്ന പരിപാടികൾ എന്ന് പറഞ്ഞാൽ ഇത് ഇതിന്റെ സെയിം മിനിയേച്ചറാണ്. ഒരു വാഴയിലുണ്ടായ കുലകൾ. ബാംബു. അതിന് ഇഷ്ടപ്പെട്ട ഷിബു എന്നതിന് പേരിട്ടത് ഹരിഹരനാണ്. ഞാൻ പറയാനുള്ള പറഞ്ഞിട്ടുണ്ട്. ഒറ്റടി ഇവന്റെ അടുത്ത വരെ നമുക്ക് എടുക്കാം. ക്ലോസ് റേഞ്ച്. അവൻ വരും. തുറന്നു പോകണം. രാത്രി ഇറക്കുമായിരിക്കും. കാട്ടില് അപ്പുറത്ത് ഫോറസ്റ്റ് അല്ലേ അപ്പുറത്ത്. ചുമ്മാതാ. അത് മറ്റേ ഫോറസ്റ്റിന് പൈസ കൊടുക്കണം 510. ഇതൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല. അത് ഇവരുടെ അകത്തുള്ള ഫോറസ്റ്റ്. കണ്ണൂസ് എങ്ങനെയുണ്ട്? പുലി എങ്ങനെയുണ്ട്? ടൈഗർ പാർക്ക് എങ്ങനെയുണ്ട്? അടിപൊളി. തൊടാൻ പറ്റുന്നുണ്ട്. ഇല്ല, ഇറച്ചിക്കടപ്പ വേണം. എടാ ഇതും കൂടി കേറാൻ പറ്റൂ? മറ്റേ സിനിമ മറ്റേ ഫുട്ബോൾ ഉണ്ടല്ലോ കൈയിടാനൊക്കെ പറ്റും കേട്ടാ. അടങ്ങിട്ടാ ഇങ്ങോട്ട് പോകാൻ പറ്റുമോ? ഹരിയടാ ഫോൺ അത് കപ്പി എടുത്തോണ്ടങ്ങ് പോകും കേട്ടാ. ഇവിടെ ഇത്ര നേരവും വലിയ രസമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ നമുക്കിങ്ങനെ കറക്റ്റ് അടുത്ത് കാണാൻ പറ്റും. നല്ല അടുത്ത്. കൈയിടണ്ടോമാർക്കൊക്കെ കൈയിടാം. എന്റെ കളി നോട്ടെടുക്കത്തില്ല. പുലിക്ക് പുലിയെ മനസ്സിലായി. പേടിച്ചവൻ. പുലിക്ക് പുലിയെ മനസ്സിലായി. എല്ലാം അമ്മുട്ട് സാധനങ്ങൾ. ഇതാണ് വേറൊരു ലോകത്ത് വെക്കുകയാണിപ്പോൾ. നമ്മൾ ഇത്ര അടുത്ത് പുലി ഇതിനൊന്നും കണ്ടിട്ടില്ല. നമ്മുടെ കേരളത്തിൽ ഇത്ര വലിയ പുലിയില്ല. ഇത് റോ പുലിയുടെ സൗണ്ടാണ്. ജിമ്മിട്ട് സാധനം. ഇവനാരടാ മോനെ? ഇവ 2017 പുലിയാ. വലുതായി വയസ്സായി. കടപ്പ് നോക്കി. ബോർഡ് വെച്ചിട്ടുണ്ടോ? ഡിയർ കസ്റ്റമർ വാർണിംഗ് ടൈഗർ സ്പ്രേ. പുലി ചീറ്റിക്ക് പേടിച്ച് കൊടുത്താ കിട്ടിയാ? ഇതാണ് ഇവിടുത്തെ പുലികളുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പോഴെടുത്ത് ഇതാക്കി തരും, മൂത്രമൊഴിച്ച് തരും. ഇതൊന്നും കഴിക്കാറില്ലെന്ന് തോന്നുന്നു. ഇതാണ് നമ്മുടെ പട്ടായയിലെ ടൈഗർ പാർക്ക്. ഇനി അപ്പോൾ ബാക്കി അടുത്ത പാർട്ടിൽ.